വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലീപ് ബൈ IAS ഫാക്ടർ. സോ ഇന്നത്തെ 5 ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് പത്രം വായിച്ചിട്ടാണ് ഇത് അറ്റൻഡ് ചെയ്യാൻ വന്നേക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. ഹിയർ ഇസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സോ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓൾമോസ്റ്റ് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന, സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് എല്ലാം ഉള്ളത്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതിന്റെ സോഴ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പത്രത്തിൽ ഇത് കണ്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇതിന്റെ സോഴ്സ് എന്താണ് എന്ന് പലർക്കും സംശയം ഉണ്ടാവും. സോഴ്സ് ഈസ് യോജന. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലീപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കേവലം പത്രം മാത്രമല്ല, നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താ, കറണ്ട് അഫയേഴ്സ് ഡെയിലി MCQs എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്നത് എല്ലാവിധ മെറ്റീരിയൽസും റെഫർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. അത് യോജന ഉണ്ടാവും, കുരുക്ഷേത്ര ഉണ്ടാവും, PIB ഉണ്ടാവും, ഹിന്ദു ഉണ്ടാവും, ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടാവും. ഇതൊന്നും കൂടാതെ മറ്റു പല ന്യൂസ് പോർട്ടൽസും റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. സോ ഇതിന്റെ സോഴ്സ് യോജനയാണ്. ഓക്കെ, നോക്കൂ, 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. കേരള ഹാസ് ദി ഹയസ്റ്റ് പെർസെൻറ്റേജ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ഇൻ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിമൻ റെപ്രസെൻറ്റേഷൻ ഉള്ളത്. അതായത് ടോട്ടൽ റെപ്രസെൻറ്റേറ്റീവ്സിന്റെ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്ന് പറയുന്നു. സെക്കൻഡ്, രാജസ്ഥാൻ ഹാസ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് വിമൻ സർപഞ്ചസ് ഇൻ ഇന്ത്യ. ഏറ്റവും കൂടുതൽ വിമൻ സർപഞ്ചസ് ഉള്ളത് രാജസ്ഥാനിലാണ്. അപ്പോൾ അവിടെ എണ്ണമാണ് പറയുന്നത്, പെർസെൻറ്റേജ് അല്ല. And third statement, around half of the states have at least 50% of women representatives in PRIs. At least 50% സ്റ്റേറ്റ്സിനും എന്തുണ്ട്, അവരുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ വിമൻ റെപ്രസെൻറ്റേറ്റീവ്സിന്റെ പെർസെൻറ്റേജ് 50 ആണ്. 3 വ്യത്യസ്ത സാധനങ്ങൾ തന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ കേരള എന്ന് പറയുന്നത്, നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ കേരള നമുക്ക് ആദ്യത്തെ ഒരെണ്ണം എടുക്കാം. കേരള ഹാസ് ദി ഹയസ്റ്റ് പെർസെൻറ്റേജ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ഇൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാം. നമുക്കറിയാം, നമ്മുടെ ഇവിടെ 50% എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് പഞ്ചായത്ത് രാജ് അമെൻമെൻറ്റ് ആക്ട് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മിനിമം 1/3 റെപ്രസെൻറ്റേഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, മിനിമം. പക്ഷേ കേരളം പോലെയുള്ള പല സംസ്ഥാനങ്ങളിലും എന്താണ്, 50% ആണ് വിമൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ 50% എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ 50ക്ക് മുകളിലേക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു അറിവുള്ള കാര്യമായിരിക്കത്തില്ല. സോ ദാറ്റ് ഈസ് ഡൗട്ട്ഫുൾ വൺ. പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയല്ല. രാജസ്ഥാൻ ഹാസ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് വിമൻ സർപഞ്ചസ് എന്ന് പറഞ്ഞേക്കുന്നത്, അല്ലേ? അതായത് ഇന്ത്യയിലെ പഞ്ചായത്ത് എല്ലാ തലങ്ങളിലേക്കും നോക്കുമ്പോൾ എന്ത് വേണം, അവിടെയും വിമൻ റിസർവേഷൻ ഉണ്ട്, അല്ലേ? പ്രത്യേകിച്ച് സർപഞ്ചസിന്റെ കാര്യത്തിൽ കേവലം എന്താ, സ്ത്രീകളെ മത്സരിപ്പിക്കണമെന്ന് മാത്രമല്ല പറയുന്നത്, അല്ലെ സ്ത്രീ സംവരണമുള്ള സീറ്റുകൾ എന്ന് മാത്രമല്ല പറയുന്നത്, പ്രസിഡന്റ് തലങ്ങളിലേക്കും, മനസ്സിലായില്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തലങ്ങളില്ലേ, സർപഞ്ചസ്. അപ്പൊ അങ്ങനത്തെ തലങ്ങളിലേക്കും വിമൻ റിസർവേഷൻ നമുക്ക് ഉണ്ട് ഇന്ത്യയിൽ. അങ്ങനെ വരുമ്പോൾ രാജസ്ഥാനിലായിരിക്കും ഏറ്റവും കൂടുതൽ വിമൻ സർപഞ്ചസ് ഉണ്ടാവേണ്ടത് എന്ന് ലോജിക്കലി ഒരു ചോദ്യമാണ്. സ്വാഭാവികമായിട്ട് രാജസ്ഥാനിലായിരിക്കത്തില്ല. എന്തുകൊണ്ടായിരിക്കത്തില്ല? ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനത്തിലായിരിക്കേണ്ട സ്വാഭാവികമായിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എന്താ ഇപ്പം പറയാ, 1/3 റിസർവേഷൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ പോപ്പുലേഷന്റെ 1/3 ആണല്ലോ, അല്ലെങ്കിൽ ആ സീറ്റുകളുടെ എണ്ണത്തിന്റെ 1/3. സീറ്റുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പോപ്പുലേഷൻ കൂടിയ സ്റ്റേറ്റിൽ വേണമല്ലോ കൂടുതൽ നമ്പർ, പെർസെൻറ്റേജ് അല്ല ഞാൻ പറഞ്ഞത്, കൂടുതൽ എണ്ണം സർപഞ്ചസ്, വിമൻ സർപഞ്ചസ് ഉണ്ടാവേണ്ടത്. സോ സ്വാഭാവികമായിട്ട് എന്താണ്, ഓപ്ഷൻ 2 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ 2 എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതും പോകുന്നുണ്ട്, ഇതും പോകുന്നുണ്ട്. പിന്നെയും അവിടെ നമുക്ക് കൺഫ്യൂഷൻ കിടക്കുകയാണ്. 3 കറക്റ്റ് ആകും എന്നുള്ളത് നമുക്കിപ്പോൾ ലോജിക്കലി മനസ്സിലായി. കാരണം ബിയിലും ഡിയിലും 3 ഉണ്ട്. അതായത് 50% ഓഫ് ദി സ്റ്റേറ്റ്സിൽ, അല്ല 50% ഓഫ് ദി സ്റ്റേറ്റ്സിലും 50% വിമൻ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. സോ കേരളത്തിന്റെ കാര്യം മാത്രമാണ് നമ്മളുടെ ഡൗട്ടിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇത്ര മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്, അല്ലെ, വിമൻ എംപവർമെന്റിന്റെ ഒക്കെ കാര്യത്തിൽ. അതുകൊണ്ട് ഇത് നമുക്ക് ശരിയോ തെറ്റോ എന്ന് ഒരു ഗസ് അടിക്കാനൊക്കത്തില്ല അവിടെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, 50-50 നിൽക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഒരു ആൻസറിലേക്ക് പോകുക. നമുക്ക് എന്താ റൈറ്റ് ആൻസർ എന്ന് നോക്കാം.
UP has the highest number of women സർപഞ്ചസ്. അതായത് സ്റ്റേറ്റ്മെന്റ് 2ന്റെ കറക്റ്റ് ഉത്തരമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. രാജസ്ഥാനിലല്ല, ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണുള്ളത്. സ്വാഭാവികം, പോപ്പുലേഷൻ ഏറ്റവും കൂടിയ ഉത്തർപ്രദേശിൽ. ആൻഡ് മണിപ്പൂർ ഹാസ് ദി ലീസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് വിമൻ സർപഞ്ചസ്. മണിപ്പൂരിലാണ് ഏറ്റവും കുറവ് ശതമാനം വിമൻ സർപഞ്ചസ് ഉള്ളത്. ദാ നോക്കൂ ഈ ഗ്രാഫിലേക്ക്. ജാർഖണ്ഡ്, കേരളമല്ല, ജാർഖണ്ഡ്. ജാർഖണ്ഡിലാണ് എന്ത് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വിമൻ റെപ്രസെൻറ്റേഷൻ ഉള്ളത്. ജാർഖണ്ഡിൽ 59% അവരുടെ, അതായത് പഞ്ചായത്ത് അംഗങ്ങളുടെ 59% സ്ത്രീകളാണ്. ജാർഖണ്ഡ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. തൊട്ടുപുറകെ രാജസ്ഥാനും ഉത്തരാഖണ്ഡും ഉണ്ട് 58% കൂടിയിട്ട്. കേരളം കിടക്കുന്നത് ഇവിടെയാണ്. 52% ആണ് കേരളത്തിൽ. അതായത് നിലവിലെ അവസ്ഥ വെച്ചിട്ടാണ് പറയുന്നത്. 52% ആണ് കേരളത്തിലെ എണ്ണം. സോ ഹയസ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഇതൊരു യുണീക്ക് സാധനമാണ്. നമുക്ക് ഗസ്സിനൊക്കെ അപ്പുറത്തേക്ക് പോകുന്ന ഒരു കാര്യമാണ്. മനസ്സിലായി? അങ്ങനെ യുണീക്ക് കാര്യങ്ങൾ പഠിച്ചു വെക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഇത് ശ്രദ്ധിച്ചു വെക്കുക. കാരണം ഭയങ്കര വിശദമായിട്ടാണ് ഈ ഒരു ഏരിയയെക്കുറിച്ച് യോജന ഡീൽ ചെയ്തിരുന്നത്. നിങ്ങൾ യോജന വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വളരെ നല്ലത്. കാരണം മെയിൻസിന് ഒരുപാട് ഉപകാരപ്പെടുന്ന രീതിയിൽ ഫാക്റ്റുകൾ അടുക്കി കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള യോജനകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി വായിക്കാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഓടിച്ചെങ്കിലും നിങ്ങൾക്കൊന്ന് വായിക്കാം. മനസ്സിലായി? ഒന്ന് ഓടിച്ച് ഇങ്ങനത്തെ ബേസിക് ഫാക്ട്സ് എങ്കിലും നോക്കി പോകുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ പ്രിലിംസിലേക്കും മെയിൻസിലേക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെസ്പെക്ട് ടു വിച്ച് ഓഫ് ദീസ് ഈസ് ലെഡ് ക്രോമേറ്റ് ഇൻ ന്യൂസ് റീസെന്റ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലെഡ് ക്രോമേറ്റ് നമ്മൾ ന്യൂസിൽ കാണുന്നത് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളത്? ഓപ്ഷൻ എ, യൂസ്ഡ് ആസ് ആൻ അഡൾട്ടറന്റ് ഇൻ certain ഫുഡ് ഐറ്റംസ് ലൈക്ക് ടർമറിക് പൗഡർ. മഞ്ഞൾപ്പൊടി പോലൊക്കെ ഉള്ളതിൽ അഡൾട്ടറന്റ് ആയിട്ട്, മായമായിട്ട് കലർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓപ്ഷൻ ബി, ആസ് എ കീ കമ്പോണന്റ് ഇൻ നെക്സ്റ്റ് ജനറേഷൻ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് ഫോർ ഇലക്ട്രിക് വെഹിക്കിൾസ്. ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് യൂസ് ചെയ്യുന്ന പുതിയ തരം സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇറ്റ്സ് അൺഎക്സ്പെക്ടഡ് പ്രസൻസ് ഇൻ വാക്സിൻ ഫോർമുലേഷൻ റിക്വയറിംഗ് എ ഗ്ലോബൽ റീകോൾ. വാക്സിൻ ഫോർമുലേഷൻസിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും അങ്ങനെ വാക്സിൻസ് തിരികെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓപ്ഷൻ ഡി, ഇറ്റ്സ് പോസിബിൾ യൂസസ് എ ക്യൂർ ഫോർ അമീബിക് മെനിൻജോഎൻസെഫലൈറ്റിസ്. നമുക്ക് അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസിബിൾ ക്യൂറായിട്ട് ലെഡ് ക്രോമേറ്റ് വന്നിട്ടുണ്ട്. പത്രം സ്ഥിരമായിട്ട് വായിക്കുന്ന വ്യക്തിക്ക് മാത്രം ഇത് കൃത്യമായിട്ട് ഉത്തരം ചെയ്യാനൊക്കും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സ്വാഭാവികമാണ് അല്ലേ? EV ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി വൃത്തിക്ക് പത്രം വായിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ അമീബിക് മസ്തിഷ്ക ജ്വരം മനസ്സിൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലയിടത്ത് കിടക്കുകയാണ്. ബട്ട് ദ റൈറ്റ് ആൻസർ ഈസ് എ, ഓപ്ഷൻ എ. അതായത് മഞ്ഞൾപ്പൊടിയിൽ മായമായിട്ട് ഇപ്പോൾ ലെഡ് ക്രോമേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ? ലെഡ് ക്രോമേറ്റ് എന്ന് പറയുന്നത് ഒരു യെല്ലോ ഇൻഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അതായത് മഞ്ഞപ്പൊടിക്ക് നല്ല അടിപൊളി, നമ്മുടെ കണ്ണിനൊക്കെ കുളിർമയേകുന്ന മഞ്ഞ നിറം തരാൻ ലെഡ് ക്രോമേറ്റ് സഹായിക്കും. അപ്പോൾ എന്തെടുക്കും? നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ കാണുമ്പോൾ അടിപൊളി, പരസ്യത്തിലൊക്കെ കാണുന്ന കിട്ടില്ല നിറം, ഒറിജിനൽ മഞ്ഞപ്പൊടി എന്നൊക്കെ പറഞ്ഞ് മേടിക്കത്തില്ലേ? അത് ഈ ലെഡ് ക്രോമേറ്റിന്റെ സാന്നിധ്യം കാരണമാണ് ആ ഒരു നിറത്തിലേക്ക് വരുന്നത്. ഓക്കെ, ശരിക്കും റെഡ് ക്രോമേറ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പെയിന്റിലും ഇങ്കിലും ഒക്കെയാണ് ശരിക്കും. അതായത് ആ യെല്ലോ പിഗ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ലെഡ് ക്രോമേറ്റാ. അതേ സാധനമാണ് നമ്മൾ കഴിക്കേണ്ട ഫുഡിലേക്ക് മായമായിട്ട് കൊണ്ടുവരുന്നത്. സോ ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം. And next one, which of the following statements about gender budgeting in India is or are correct? Gender budgeting നെ കുറിച്ചാണ് ചോദ്യം. UPSC മെയിൻസിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. കേരള PSC എനിക്ക് തോന്നുന്നു പ്രിലിംസിലും കേരള PSC എക്സാംസിലും ഇത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. നോക്കാം. Gender budget statement was introduced as a component of the union budget during 11th 5-year plan. So തെറ്റാനുള്ള സാധ്യത ഇവിടെയാണ് കിടക്കുന്നത്. Gender budget allocation constitutes around 20% of the union budget expenditure for 2025-2026. So തെറ്റാനുള്ള സാധ്യത ഇവിടെയാണ് കിടക്കുന്നത്. And India's gender budgeting resonates with SDG 5. മൂന്ന് സ്റ്റേറ്റ്മെന്റിലും തെറ്റാനുള്ള സാധ്യത കിടക്കുന്നത് ഒരേ ഒരു പൊസിഷൻസിൽ മാത്രമാണ്. ഇനി നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് നമുക്ക് കണ്ടന്റ് അറിയത്തില്ലെങ്കിലാണ് ഞാൻ പറയുന്നത്. കണ്ടന്റ് അറിയത്തില്ല എന്നുള്ള സാഹചര്യത്തിൽ
ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കണ്ടന്റ് വൈസ് ക്രാക്ക് ചെയ്യാൻ ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന നല്ല സ്ട്രാറ്റജികളൊന്നാണ്. ഇതൊരു 80% അല്ലെങ്കിൽ 75% മുകളിൽ കേസസ് ഇത് എഫക്റ്റീവ് ആകും. ഓക്കെ, എന്താണ് ആ സ്ട്രാറ്റജി? ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു നമ്പർ കാണിക്കാനാണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഇയർ ആയിക്കോട്ടെ, അതിപ്പോൾ ഈ തന്നേക്കുന്ന പോലെ ഒരു പെർസെൻറ്റേജ് ആയിക്കോട്ടെ, ഒരു 5 ഇയർ പ്ലാനിൻ്റെ നമ്പർ ആയിക്കോട്ടെ, ഒരു എമൗണ്ട് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഒരു നമ്പർ കാണിക്കാൻ മാത്രമായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത് 3 സ്റ്റേറ്റ്മെന്റും തെറ്റല്ലേ, പക്ഷെ 3 സ്റ്റേറ്റ്മെന്റും തെറ്റായിട്ടൊരു ഓപ്ഷൻ നമുക്കില്ല. മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. ഞാൻ ഒന്നിനൊരു വെട്ടിട്ടു സ്ട്രാറ്റജി, രണ്ടിനൊരു വെട്ടിട്ടു സ്ട്രാറ്റജി, 3-ന് വെട്ടിടാൻ വരുന്നതിന് മുമ്പ് ഒരു ബേസിക് ആസ്പിരന്റ് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് മെയിൻസിലൊക്കെ ഒന്നും കിട്ടിയില്ലെങ്കിലും എടുത്തെഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആയിട്ട് എല്ലാവരും പറയാറുള്ള കാര്യമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. SDGകൾ കഴിവതും ഒന്നും ഓർത്തു വെക്കുന്നത് വളരെ നല്ലതാണ്. ഒരു 17 SDGകളുണ്ട്, അതിൽ പറ്റാവുന്നത്ര ഓർത്തു വെക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് 1, 2, 3, 4, 5, 6 ഒക്കെ നമുക്ക് എപ്പോഴും ഓർത്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ലേ? സീറോ ഹങ്കർ, നോ പോവർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്, ബെറ്റർ ഹെൽത്ത്, ഗുഡ് എഡ്യൂക്കേഷൻ, അങ്ങനെ പറയുമ്പോൾ SDG 5 എപ്പോഴും ന്യൂസിൽ വരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മൾ വിമൻ എംപവർമെന്റിനെ കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് UPSC മെയിൻസിൽ എഴുതി വെക്കുമ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളോട് അറിഞ്ഞിരിക്കുക. എന്താണ് SDG 5? ജെൻഡർ ഇക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ഇതൊരു ബേസിക് ആസ്പിരന്റ് അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം SDG 5 ജെൻഡർ ഇക്വാളിറ്റി ആണ്. ഇന്ത്യയുടെ ജെൻഡർ ബഡ്ജറ്റിംഗ് ജെൻഡർ ഇക്വാളിറ്റിയുമായിട്ട് റെസനേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് 3 ഈസ് ട്രൂ എന്ന് നമുക്ക് ആ ഒരു അവിടെ ലോജിക്കിന് അപ്പുറത്തേക്ക് കണ്ടന്റ് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ബേസിക് ആസ്പിരന്റിന്റെ ഒരു ബേസിക് റിക്വയർമെന്റ് ആണ്. മനസ്സിലായി? SDGs അറിഞ്ഞിരിക്കുക എന്നുള്ള ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം ബേസിക് റിക്വയർമെന്റ്സിൽ ഒന്നാണ്. അപ്പൊ അതറിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിന് ആൻസർ ചെയ്യാൻ എന്താ പറയേണ്ടത്, ഒരു യോഗ്യനായ വ്യക്തി അല്ല. പക്ഷെ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ സ്ട്രാറ്റജിയിൽ കൂടെ, കാരണം നമുക്ക് വേറൊരു മാർഗ്ഗമൊന്നുമില്ല, നമുക്ക് അറിയത്തില്ല. സെക്കൻഡ് വൺ പിന്നെ നമുക്ക് കുറച്ചുകൂടെ നോക്കാം. ഒന്ന് ആലോചിച്ചേ, യൂണിയൻ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചറിന് 20%, 20% ജെൻഡർ ബഡ്ജറ്റ് അലോക്കേഷൻ ആണ് എന്ന് പറയുമ്പോൾ അതൊരു ഭീകര തുകയാണ്. നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിന്റെ 20%, അതായത് 5/1 ഭാഗം ജെൻഡർ ബഡ്ജറ്റിനാണ് മാറ്റി വെച്ചേക്കുന്നതെന്ന് പറയുന്നത് ഒരു ഭീകര തുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് കിടിലനായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഫസ്റ്റ് വൺ നമുക്ക് ഒരു രീതിയിലും ക്രാക്ക് ചെയ്യാൻ ഒക്കത്തില്ല. സോ സ്ട്രാറ്റജി പ്രയോഗിച്ചു. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? 3 only ആണ്. നമുക്ക് നോക്കാം ഇനി ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളത്. സോ ജെൻഡർ ബഡ്ജറ്റ് സ്റ്റേറ്റ്മെന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2005-6, 2005-6 കാലഘട്ടത്തിലാണ്. ദാറ്റ് മീൻസ് ഡ്യൂറിങ് 10th 5-year പ്ലാൻ. കണ്ടോ, 10th 5-year പ്ലാനിന്റെ കാലത്താണ് ജെൻഡർ ബഡ്ജറ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് 2025 ആണ് കേട്ടോ, ഒരു ഹൈഫൻ ആണ് കിടക്കുന്നത്. 2025-2026 അലോക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് 8.6% ഓഫ് ദി യൂണിയൻ എക്സ്പെൻഡിച്ചർ. അപ്പം യൂണിയൻ ബഡ്ജറ്റിലെ എക്സ്പെൻഡിച്ചറിന്റെ 8.6% ആണ് എവിടെ കൊടുത്തിരിക്കുന്നത്? ജെൻഡർ ബഡ്ജറ്റ് അലോക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് അറൌണ്ട് 1.9% ഓഫ് GDP. ഈ സ്റ്റാറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് മെയിൻസിലേക്ക് യൂസ്ഫുൾ ആയിട്ട് വരും, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ട് വരും. ഒന്ന് ഓർത്ത് വെക്കുന്നത് എല്ലാം നല്ലതാണ്. കാരണം നമുക്ക് വിമൻ എംപവർമെന്റ് പറയുമ്പോൾ എവിടെ വേണമെങ്കിലും എഴുതാം. ജെൻഡർ ബഡ്ജറ്റിംഗ് ഒരു സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റാറ്റ്സ് കൂടെ ചേർത്ത് നിങ്ങൾ GST3 എഴുതുമ്പോഴേ അതിന് വില കിട്ടത്തുള്ളൂ. സോ നമ്മുടെ ആൻസർ 3 only എന്നുള്ളത് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ജെൻഡർ ബഡ്ജറ്റിങ്ങിന് ഡിഫറെന്റ് പാർട്സ് ഉണ്ട്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്ന് പറഞ്ഞിട്ട് 3ആയിട്ടാണ് ആ ജെൻഡർ ബഡ്ജറ്റിനെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. പാർട്ട് എ എന്ന് പറയുമ്പോൾ 100% വിമൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള അലോക്കേഷൻസ് ആണ്. അതായത് സ്കീംസ് വിമന് മാത്രമായിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് പ്രോഗ്രാം ഇല്ലേ, മാതൃവന്ദന യോജന, ജനനി സുരക്ഷാ യോജന, അവിടത്തേക്ക് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് 100% വിമന് മാത്രമായിട്ടുള്ളത്. അതാണ് പാർട്ട് എയ്ക്കകത്തുള്ളത്. പാർട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 to 99% വിമൻ കമ്പോണന്റ് ഉള്ള സ്കീംസ്. പാർട്ട് സി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 30% മാത്രമുള്ളത്. Chase 2 payload was a part of which of these space missions? Chase 2 payload എന്ന് പറയുന്നത്
ഇതിലേത് സ്പേസ് മിഷന്റെ ഭാഗമായിരുന്നു? ചന്ദ്രയാൻ 2, ആദിത്യ L1, മാർസ് ഓർബിറ്റൽ മിഷൻ ചന്ദ്രയാൻ 3. അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ആൻസറിലേക്ക് പോവുകയാണ്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് ചന്ദ്രയാൻ 2 ആണ്, ചന്ദ്രയാൻ 3 അല്ല. നിങ്ങളത് എപ്പോഴും മനസ്സിലാക്കണം. ഇറ്റ് വാസ് പാർട്ട് ഓഫ് ചന്ദ്രയാൻ 2. അതിന്റെ ലാൻഡ് ചെയ്യുന്ന മിഷൻ ഫെയിലായി പോയെങ്കിലും ബാക്കിയുള്ള അതിന്റെ പേലോഡ്സ് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. ആൻഡ് റീസെന്റ് ചേസ് 2-ൽ നിന്നും നമുക്ക് ചേസ് 2-ന്റെ ഫസ്റ്റ് ഒബ്സർവേഷൻസ് നമുക്ക് ഇസ്രോയ്ക്ക് കിട്ടുകയുണ്ടായി. സോ ചേസ് 2 സ്റ്റാൻഡ്സ് ഫോർ ചന്ദ്രാസ് അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷൻ എക്സ്പ്ലോറർ. അതായത് മൂണിന്റെ അറ്റ്മോസ്ഫിയറിലെ കമ്പോസിഷൻസ്, മൂണിന്റെ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കണ്ടുപിടുത്തങ്ങൾ, അതിന്റെ ഒബ്സർവേഷൻസ് നടത്തുന്ന ആ ഒരു പേലോഡാണ് ചേസ് 2 എന്ന് പറയുന്നത്. ആൻഡ് ആദ്യമായിട്ട് അതൊരു ഒബ്സർവേഷൻ നടത്തി അതിന്റെ ഒബ്സർവേഷൻസ് ഇസ്രോയിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് വാസ് അബൌട്ട് ദി എഫക്ട്സ് ഓഫ് സൺസ് കൊറോണൽ മാസ് ഇജക്ഷൻ ഓൺ മൂൺ. സണ്ണിന്റെ കൊറോണയിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷന്റെ എഫക്ട് മൂണിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള ഒബ്സർവേഷൻ ആണ് റീസെന്റ് നടത്തിയിട്ടുള്ളത്. നമുക്കിവിടെ പഠിക്കേണ്ടത് ചേസ് 2 എന്ന് പറയുന്ന പേലോഡ് ചന്ദ്രയാൻ 2-ന്റെ ഭാഗമായിരുന്നു. ആ 2 കണക്ഷൻ നിങ്ങൾ വെച്ചിരുന്നാൽ മതി. And which of the following best describes the one water approach? One water approach environmental related ആയിട്ടുള്ള ചോദ്യമാണ്. One water approach എന്ന് പറയുന്നത് ഇതിലേതാണ്? ഓപ്ഷൻ എ, an international agreement to fund water infrastructure at 1% of GDP. ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ അറിയാം അതിനകത്തൊരു സുഖം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, എ സിസ്റ്റം ടു ട്രീറ്റ് ഓൾ വാട്ടർ ടു എ സിംഗിൾ യൂണിഫോം ഡ്രിങ്കിങ് സ്റ്റാൻഡേർഡ്. വേണമെങ്കിലാവാം, ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ വേണമെങ്കിലാവാം, എല്ലാ വാട്ടറിനെയും യൂണിഫോം ഡ്രിങ്കിങ് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരുന്ന സിസ്റ്റമാണ്. ഓക്കെ, വെക്കാം, നമുക്കവിടെ വെക്കാം. സി, എ റെഗുലേഷൻ ലിമിറ്റിംഗ് ഇൻഡസ്ട്രിയൽ വാട്ടർ റീയൂസ് ടു എ മാക്സിമം ഓഫ് 1 റീസൈക്കിൾ സൈക്കിൾ. അത് നമുക്ക് ഒരിക്കലും പറയാൻ ഒക്കത്തില്ല. കാരണം ഇൻഡസ്ട്രിയൽ വാട്ടറിനെ ഒറ്റ തവണ മാത്രമേ റീയൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, റീസൈക്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നതൊക്കെ ഒരു വിയേർഡ് ഓപ്ഷനാണ് അല്ലേ. അത് നമ്മുടെ റീസൈക്ലിങ്ങിന്റെ എഫിഷ്യൻസി പോലൊക്കെ എത്ര തവണ വേണേലും യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. ആൻഡ് ഓപ്ഷൻ ഡി, ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഓഫ് ഓൾ വാട്ടർ റിസോഴ്സസ് എ സിംഗിൾ വാല്യുവബിൾ റിസോഴ്സ്. അതും ആവാം. ഇനിയിപ്പം നമുക്ക് ബിയും ഡിയും ഉണ്ട്, നമുക്ക് ഒന്നുകൂടെ ഇരുത്തി നമുക്ക് നോക്കാം. ബി നോക്കൂ, എ സിസ്റ്റം ടു ട്രീറ്റ് ഓൾ വാട്ടർ ടു എ സിംഗിൾ യൂണിഫോം ഡ്രിങ്കിങ് സ്റ്റാൻഡേർഡ്. എല്ലാ വെള്ളത്തിനെയും ഒരു യൂണിഫോം ഡ്രിങ്കിങ് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും വരുന്ന വേസ്റ്റ് വാട്ടറിനെ നമുക്ക് ഡ്രിങ്കിങ് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ടെക്നിക്കലി പോസിബിൾ ചിലപ്പോൾ ആയെന്ന് വരും. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നമുക്ക് എത്രമാത്രം അതിനൊരു ധൈര്യം വരും കുടിക്കാൻ. ഇനി പോട്ടെ, ഫസ്റ്റ് സൈക്ലിങ് കഴിഞ്ഞ് വരുന്ന ഒരു 2 or 3 ടൈംസ് ഇൻഡസ്ട്രിയൽ വാട്ടർ റീസൈക്കിൾ ചെയ്ത് വരുന്ന പിന്നീട് വരുന്ന വെള്ളമാണെന്ന് കരുതുക. ഒരു 4ാമത്തെ തവണയൊക്കെ പോയിട്ട് വീണ്ടും വരുന്ന വെള്ളത്തിനകത്ത് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പം എ സിസ്റ്റം ടു ട്രീറ്റ് ഓൾ വാട്ടർ ടു സിംഗിൾ യൂണിഫോം സ്റ്റാൻഡേർഡ്, ഡ്രിങ്കിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്? ലോജിക്കലി കറക്റ്റ് ആവുന്നില്ല. പക്ഷെ ഡി നോക്കുക, ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഓഫ് ഓൾ വാട്ടർ സോഴ്സസ് ആസ് എ സിംഗിൾ വാല്യുവബിൾ റിസോഴ്സ്. അത് നമുക്ക് ലോജിക്കലി കറക്റ്റ് ആവുന്നുണ്ട്. എല്ലാ വാട്ടർ റിസോഴ്സസിനെയും തുല്യമായിട്ട് ഒരു വാല്യൂ, സിംഗിൾ വാല്യൂ കൊടുത്ത് കാണുക എന്ന് പറയുന്നതാണ് വൺ വാട്ടർ അപ്രോച്ച് എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ ലോജിക്കലി പോസിബിൾ ആവുന്നുണ്ട്. അത് തന്നെയാണ് അതിന്റെ റൈറ്റ് ആൻസർ. അതായത് വെള്ളം, അത് എന്ത് വെള്ളം ആയിക്കോട്ടെ, ഡ്രിങ്കിങ് വാട്ടർ ആയിക്കോട്ടെ, വേസ്റ്റ് വാട്ടർ ആയിക്കോട്ടെ, ഗ്രൗണ്ട് വാട്ടർ ആയിക്കോട്ടെ, സ്റ്റോം വാട്ടർ ആയിക്കോട്ടെ, എന്ത് വെള്ളമാണെങ്കിലും അതിന് വാല്യൂ നൽകുക, അതാണ് വൺ വാട്ടർ അപ്രോച്ച് എന്ന് പറയുന്നത്. കാരണം ലോകത്ത് ഈ വാട്ടർ സ്കേഴ്സിറ്റി അല്ലെങ്കിൽ വാട്ടർ നേരിടുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പൊതുവെ UPSC ആൻസറുകളിൽ എഴുതാത്ത ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? UPSC ആൻസറുകളിൽ നമ്മൾ പല കാര്യങ്ങളും എഴുതും. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് ഫോർ അഗ്രികൾച്ചറൽ യൂസ്, പിന്നെ പൊല്യൂഷൻ ബൈ ഇൻഡസ്ട്രീസ്, ഇതൊക്കെ എഴുതും. പക്ഷേ അല്ല, ലോകത്ത് ഇന്ന് നമ്മൾ നേരിടുന്ന വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ്? വാട്ടറിന് ആളുകൾ വാല്യൂ നൽകുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ മെയിൻസ് ആൻസർ നിങ്ങൾ ഇത് എഴുതുമ്പോഴത്തെ ആ ഒരു വില അധികം ആരുടെയും ആൻസറിൽ കാണാത്തതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദുവിലൊന്നും ഇത് കാണത്തില്ല, നോർമൽ ആസ്പിരന്റ് മുന്നിലേക്ക് ഇത് വരുന്നില്ല. അപ്പം ലോകം നിന്ന് എഴുതുന്ന ഏറ്റവും വലിയ പ്രശ്നം, ആളുകൾ വാട്ടറിന് വാല്യൂ നൽകുന്നില്ല.
അല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന, ഇപ്പം നമ്മൾ തുണി അലക്കി കഴിഞ്ഞ് അവസാനത്തെ അലക്കൊക്കെ കഴിഞ്ഞ് വരുന്ന ബാക്കി വരുന്ന വെള്ളം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എടുത്ത് അങ്ങ് തറയിലോട്ട് ഒഴിക്കും അല്ലേ? നമ്മളത് കളയുക. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ വാട്ടറിന് വാല്യൂ കൊടുക്കാത്തതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വണ്ടി കഴുകിക്കൂടെ? അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് നമുക്ക് തറ തുടച്ചുകൂടെ? ഇപ്പം നമ്മൾ തുണി അലക്കി കഴിഞ്ഞാൽ അവസാനം വരുന്ന വെള്ളമല്ലേ, അത് യൂസ് ചെയ്ത് നമുക്ക് തറ തുടയ്ക്കുന്നതിൽ എന്താ കുഴപ്പം? വണ്ടി കഴുകുന്നതിൽ എന്താ കുഴപ്പം? അപ്പം നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ വെറുതെ തറയിലേക്ക് ഒഴുക്കി കളയുക. അവിടെ എന്താ കാണിക്കുന്നത്? വാട്ടറിന് വാല്യൂ കൊടുക്കുന്നത്. അങ്ങനെ വാട്ടറിന് നമ്മൾ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഏത് വാട്ടർ ആയാലും, ഡ്രിങ്കിങ് വാട്ടർ അല്ല എന്തായാലും, വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ വീട്ടിൽ വെച്ച് വെള്ളം കുടിച്ചു എന്ന് കരുതുക. കുടിച്ചിട്ട് ബാക്കി ആ ഗ്ലാസ്സിൽ വരുന്ന വെള്ളം നമ്മൾ കളയാറാണ് പതിവ്. അത് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ വാല്യൂ നൽകുകയാണെങ്കിൽ ലോകത്തിലെ വാട്ടർ പ്രോബ്ലംസ് വലിയൊരു പരിധി വരെ കുറഞ്ഞു കിട്ടും എന്നാണ് റീസെൻ്റ് ആയിട്ടുള്ള എല്ലാവിധ കണ്ടെത്തലുകളും പറയുന്നത്. അതിൻ്റെ ബേസിസിൽ വന്നിരിക്കുന്ന സാധനമാണ് എന്ത്? വൺ വാട്ടർ അപ്രോച്ച്. സോ മെയിൻസിലേക്ക് എഴുതാൻ പറ്റുന്ന വളരെ വലിയൊരു പോയിന്റാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്.